കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നൊരു റിപ്പോർട്ട് യഥാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ കൂടാനുള്ള കാരണം ഇന്ത്യൻ സ്പൈസസിന്റെ ഉപയോഗം കാരണമാണ്. ഇപ്പൊ ഈ സിംഗപ്പൂർ, ഹോങ്കോങ് പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യൻ സ്പൈസസ് അവിടെ ബാൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മറ്റു മസാലപ്പൊടിയും വിട്ടൊരു പരിപാടിയില്ല അല്ലെ. പ്രത്യേകിച്ചും കേരളത്തിലുള്ളവർക്ക് മീൻകറി ആണെങ്കിലും അതുപോലെ ചിക്കൻ കറി ആണെങ്കിലും ഇനി എന്ത് കറി എടുത്താലും ഇപ്പൊ സാമ്പാർ ആയാൽ പോലും ഇതെല്ലാം നല്ല രുചിയോടെ തന്നെ നമുക്ക് ലഭിക്കണം. പണ്ടുള്ള കാലത്ത് എല്ലാവർക്കും ഇതെല്ലാം വാങ്ങി ഉണക്കി പൊടിച്ചിട്ടാണ് മസാലക്കൂട്ട് ഉണ്ടാക്കാറ് അല്ലെ. ഇന്നതല്ല, എല്ലാവരും പാക്കറ്റ് കറി പൗഡറുകളാണ് കൂടുതൽ ഉപയോഗിക്കാറ്. കാരണം ജീവിത രീതി മാറി, ഫാസ്റ്റ് ഫുഡ് ജീവിത ശൈലിയിലേക്ക്, അതുപോലെ തന്നെ സമയക്കുറവും. നമ്മളിൽ പലരും ഒരുപക്ഷെ സ്ഥിരം വാങ്ങുന്ന ഒരു കറി മസാലയാകും എവറസ്റ്റും അതുപോലെ MDH-ഉം. ഇതിലാണ് ക്യാൻസർ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഈസ്റ്റേൺ എന്ന കമ്പനിക്കെതിരെ വന്ന റിപ്പോർട്ടാണ് കേരളത്തിൽ. വലിയ രീതിയിൽ മായത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. അതിൽ ഒന്ന് ഓർക്കണം, മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിലാണ് ഇത്തരത്തിലുള്ള ദുഷ്പ്രവൃത്തി നടത്തുന്നത്. ഇത് ഈ അടുത്തിടെ ഹോങ്കോങ്ങിലെ ഫുഡ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതാണ്. ഇന്ത്യയിലെ 3 സുഗന്ധ വ്യഞ്ജന ഉൽപ്പന്നങ്ങളിൽ, അതായത് എഥിലിൻ ഓക്സൈഡ് എന്നറിയപ്പെടുന്ന പെസ്റ്റിസൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ഹോങ്കോങ് പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യൻ സ്പൈസസ് കഴിക്കരുത് എന്നുള്ള സ്ട്രിക്റ്റ് വാണിംഗ് അവിടുത്തെ ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. എന്നിട്ടും നമ്മുടെ ഗവൺമെന്റ് ഇതെന്തുകൊണ്ട് അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നത്. ഇത്രയും മാരകമായ വിഷപദാർത്ഥമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നമ്മുടെ FSSAI, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എത്ര പരാജയമാണെന്ന്. ഇതൊന്നും വേണ്ട രീതിയിൽ പരിശോധിക്കാതെയാണ് വിപണിയിലേക്ക് ഇറക്കുന്നത്. ഇപ്പൊ മനുഷ്യ ശരീരത്തിൽ അപകടകരവും അതുപോലെ ആരോഗ്യത്തിന് ഹാനികരവുമാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കുന്നവർക്ക് തക്കതായ ശിക്ഷ തന്നെ വേണം നൽകേണ്ടത്. വേൾഡ് ഫുഡ് സെക്യൂരിറ്റി പറഞ്ഞത് പ്രകാരം $50,000 പിഴയും 6 മാസ തടവും ആണ് ലഭിക്കുക. ഈ കർഷകർക്ക് അടിക്കുന്ന പെസ്റ്റിസൈഡ് ആയിട്ടുള്ള എഥിലിൻ ഓക്സൈഡ് ഈ സ്പൈസസിൽ ജീവിക്കുന്ന സൂക്ഷ്മ ജീവികളുടെ മലിനീകരണം തടയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് സാധാരണയായിട്ട്. ഈ പറയുന്ന കർഷകരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരുടെ ജീവിത വരുമാനത്തെ ബാധിക്കുന്ന ജീവികളെ ഇല്ലാതാക്കാൻ അവർ കീടനാശിനികൾ ഉപയോഗിക്കുന്നു. എന്നാൽ അതിനെ ഉചിതമായ രീതിയിൽ ടെസ്റ്റ് ചെയ്യാതെയാണ് വിപണിയിലേക്ക് ഇറക്കുന്നത്. ഇതിന് വ്യക്തമായ നടപടി ഗവൺമെന്റ് എന്തുകൊണ്ട് എടുക്കുന്നില്ല? ക്യാൻസർ രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ക്യാൻസർ എന്ന രോഗം പണ്ട് വളരെ ചുരുക്കം ആളുകളിൽ മാത്രമേ കേട്ടിരുന്നുള്ളൂ അല്ലെ. ഇന്ന് 10 പേരെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ 5 പേർക്കും ക്യാൻസർ ആകുന്നു എന്നുള്ള സ്ഥിതിയിലേക്കാണ് വരുന്നത്. ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം ഫുഡ് റെസ്ട്രിക്ഷൻ ഗവൺമെന്റ് കൊണ്ടുവരിക എന്നതാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നേ മതിയാകും. ഇത് ചെറിയൊരു വിഷയമൊന്നുമല്ല. ഇന്ത്യക്കാർക്ക് വളരെ മോശമായ പേരാണ് ഉണ്ടാകുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതും ഒരു കാലത്ത് ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ വരാനുള്ള ഒരു മൂലകാരണം തന്നെ ഈ പറയുന്ന ഇന്ത്യൻ സ്പൈസസിന് വേണ്ടിയായിരുന്നു. ആ ഇന്ത്യൻ സ്പൈസസ് ആണ് പല രാജ്യങ്ങളും ഇപ്പോൾ ബാൻ ചെയ്യുന്നത്. ഇത് ഇന്ത്യയെ വളരെ മോശമായാണ് ബാധിക്കുന്നത്. ഇത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പെട്ടില്ലെങ്കിൽ ഇന്ത്യയെ അത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇന്ത്യയുടെ പല ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി അത് ബാധിക്കും. അതുപോലെ ഇന്ത്യൻ ജനത ഏറ്റവും കൂടുതൽ നേരിടുന്ന മാരക രോഗമാണ് ഈ ക്യാൻസർ. മിക്ക ക്യാൻസർ രോഗങ്ങളും ഭക്ഷണത്തിൽ നിന്നും ഉണ്ടാകുന്നത് തന്നെയാണ്. ഇപ്പൊ രാസവസ്തുക്കളുടെ അമിത ഉപയോഗം മൂലവും അതുപോലെ തന്നെ ഇതുപോലുള്ള വിഷപദാർത്ഥങ്ങളുടെ സാന്നിധ്യം മൂലവും അല്ലെ. ഇതിനൊരു തീരുമാനം ഉടനെ സർക്കാർ എടുത്തില്ലെങ്കിൽ ഇത് ജനങ്ങളെ ഇല്ലാതാക്കുക മാത്രമല്ല ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ കാര്യമായിട്ട് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്.